റിഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മെട്രോ സ്റ്റേഷനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈന് ചുവപ്പ് കളർ മാറിയിട്ട് പച്ച കളറായാൽ ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാം. അപ്പോൾ മുമ്പിൽ കാണുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളാണ് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങളിതാ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ എസ്കലേറ്ററിൽ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്വെറ്ററാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ ട്രെയിനിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെട്രോ കാർഡൊക്കെ ടാപ്പ് ചെയ്തിട്ട് ഞങ്ങളിതാ അകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്താൽ, അതായത് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ 2 റിയാലാണ് കേട്ടോ. ഒരു മെട്രോ കയറണമെങ്കിൽ 2 റിയാലാണ്. അങ്ങനെ ഞങ്ങളിതാ എസ്കലേറ്റർ ഇറങ്ങി വീണ്ടും ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങി. അതിന് ശേഷം ഞങ്ങളിതാ കയറുകയാണ്. അപ്പോൾ ഫാമിലി കോച്ചിലാണ് കേട്ടോ ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫാമിലീസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുഞ്ഞൂസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പിണക്ക് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇക്ക ഓരോന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് റിഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ മെട്രോയിലാണുള്ളത്. നമ്മളെവിടേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ഖത്തറിൽ തന്നെ ലുസൈൽ ഒരു സിറ്റി ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഖത്തർ മെട്രോയിൽ ഇരുന്നിട്ടാണ്. മെട്രോന്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഖത്തർ മെട്രോന്റെ ഉൾവശം. ഇത് ഫാമിലി ഏരിയ ആണ്, ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളില്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, ലുസൈലിലെ കാഴ്ചയിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ഖത്തർ മെട്രോയില് പുറത്തേക്കുള്ള കാഴ്ച കാണുന്ന കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ കേട്ടോ. അതിൽ നമ്മൾ ലുസൈലിലേക്ക് എത്താറാകുമ്പോൾ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. അതാണ്. ബാക്കി അധികം ഭാഗങ്ങളും ഈ ഖത്തർ മെട്രോ പോകുന്നത് അടിയിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു നല്ലൊരു വിഷ്വലായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മെട്രോയിൽ പോകുമ്പോൾ എപ്പോഴും നമുക്ക് ആകെ ഇരുട്ടായിട്ടാണ് കാണാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് അപ്പോൾ ഇത് ഖത്തറിലെ വേൾഡ് കപ്പ് വരാൻ പോകുന്ന ഒരു സ്റ്റേഡിയം, വേൾഡ് കപ്പിനോട് ഒരുക്കിയിട്ടുള്ള ഒരു സ്റ്റേഡിയം ആണ് കേട്ടോ ഈ കാണുന്നത്. ക്ലിയറിൽ കുറച്ച് ലോങ്ങിലാണ്. അപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ ഒരു പ്രദേശമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ എന്തൊക്കെയോ പണികളാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ പണികളാണെന്നാണ്. അപ്പോൾ മണ്ണും മണലും അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കാണാനുണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ മെട്രോയിലേക്ക് നമ്മൾ കയറുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ ഈ ഒരു ടാപ്പ് ചെയ്യണം കേട്ടോ കാർഡ്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 റിയാലാണ് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യാനായിട്ടില്ല, ഒരു പ്രാവശ്യം മെട്രോയിൽ യാത്ര ചെയ്യാനായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. സ്റ്റേഡിയം നമ്മുടെ നേരെ മുന്നിലാണ് കാണുന്നത്.
ഈ കാണാൻ കേട്ടോ ഖത്തറിലെ വേൾഡ് കപ്പ് സ്റ്റേഡിയങ്ങളിലെ ഒരു സ്റ്റേഡിയം. നമ്മുടെ ലുസൈൽ മെട്രോ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഇത് കാണാൻ പറ്റും. അവിടെ വർക്ക് എന്തോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. അങ്ങനെ സ്റ്റേഡിയമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സെക്യൂരിറ്റിയോട്. ഞങ്ങളിത് ആ സ്റ്റേഡിയം കണ്ടു കഴിഞ്ഞു. വീണ്ടും മെട്രോയിൽ കയറി. ഇനി എങ്ങടാ പോണത്? ഇനി ഇവിടെ മറീന ഉണ്ട്. അതായത് ലുസൈൽ തന്നെയാണ് മറീന എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് കുറച്ച് നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി ജസ്റ്റ് കാണാൻ വെച്ചിട്ട് ഇവിടെ നമുക്ക് ലക്താഫിയ എന്നുള്ളൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ട്രാം ഉണ്ട്. ആ ട്രാമിലേക്ക് പോകണം. അപ്പോൾ ട്രാം കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് പോകാം. സമയം ഏകദേശം 3:45 കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ നേരെ ലക്താഫിയ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകാം. അങ്ങനെ ഞങ്ങൾ ലക്താഫിയ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ട്രാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് പോകേണ്ടത് നമ്മുടല്ലേ അങ്ങോട്ട്, നമുക്ക് അങ്ങോട്ടുള്ളതല്ലേ. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ട്രാമിൽ യാത്ര ചെയ്യുന്നത്. കുറേ യൂട്യൂബ് വീഡിയോസിലും അതുപോലെ തന്നെ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആദ്യമായിട്ടാണ് ഈ ഒരു യാത്ര അനുഭവിച്ചറിയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രാം നേരിട്ട് കാണുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. ട്രാമിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണിമോളെ എക്സ്പീരിയൻസ്? മെട്രോ ആണോ ട്രാമാണോ ഇഷ്ടപ്പെട്ട്? ട്രാമാണോ? നന്നായിട്ടുണ്ട് കേട്ടോ ട്രാമിൽ യാത്ര ചെയ്യാൻ. ട്രാം കുറച്ചുകൂടി നല്ല എന്താ പറയുക സീറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ. മെട്രോയിൽ യാത്ര ചെയ്തവർ ഒന്ന് ട്രാമിലും കൂടി യാത്ര ചെയ്ത് നോക്കൂട്ടോ. നല്ല ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പോൾ ഇനി ഞങ്ങൾ പുറത്ത് പോയിട്ട് നോക്കാം. പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി കാഴ്ചകളുമായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തിയാൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.